ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്കും ഹാർദമായ സ്വാഗതം. ഊട്ടിയത്തെ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ പോയി കണ്ടോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഫാക്ടറിയാണ്, അതെ, ടീ ഫാക്ടറി. ഇപ്പോൾ ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടല്ലോ, അവിടെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ വെളിയിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. നല്ലൊരു വ്യൂ തന്നെ ഉണ്ട്, വെളിയിൽ തന്നെ ഉണ്ട് നല്ലൊരു വ്യൂ. നമുക്ക് ഉള്ളിൽ പോയിട്ടുള്ള വ്യൂ കാണാം. അതുപോലെ നിങ്ങൾ തമ്പേനും കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചായപ്പൊടി, ഇവിടുത്തെ ചായ എന്തുകൊണ്ട് കുടിക്കാൻ പറ്റില്ലാണ്. എന്തായാലും ഇത് ലാസ്റ്റ് വരെ കാണാം, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം കേട്ടോ. ലാസ്റ്റ് വരെ ഇത് കണ്ടിട്ട് മാത്രം അഭിപ്രായം പറയാം. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും സിമ്പിളായി നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു തരാം കേട്ടോ. വേറെ ഒന്നുമല്ല, ആദ്യം തന്നെ ഇവർ ഇതിൽ ഇങ്ങനെ ഇടും. നമ്മൾ തേയിലെല്ലാം ഇങ്ങനെ ഇടുമ്പോൾ അവിടെ ഇങ്ങനെ പ്രോസസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. റൗണ്ടാക്കിയ ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഞാൻ അടിയിലേക്കാണ് ഫുൾ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇവിടെ നിന്ന് ക്ലിയർ ആക്കാണ്ട് തോന്നുന്നു. ക്ലിയർ ആക്കിയ ശേഷം നേരെ അടിയിലേക്ക് പോകും. അടിയിലേക്ക് പോയിട്ടാണ് അടുത്ത പ്രോസസ്സുകൾ നല്ല രീതിയിലുള്ള വരുന്നത്. അവിടെ നല്ല ചതഞ്ഞരഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ചതഞ്ഞരഞ്ഞ് നല്ല കിഡ് വരെ ഇങ്ങനെ പോകുന്നുണ്ട് പ്രോസസ്സായിട്ടിട്ട്. ഓക്കെ, ഇതാ അവിടെ നിന്ന് അടുത്ത മെഷീൻ എടുക്കും. അവിടെ നിന്ന് നല്ല രീതിയിൽ അരഞ്ഞ് വല്ല ഇങ്ങനെ മണികൾ പോലെ ആയിട്ടാണ് ഇവിടുന്ന് അടുത്ത ഉള്ളിലേക്ക് പോകുന്നത്. വേറൊന്നുമല്ല, അതിനുള്ളിൽ നല്ല ചൂടാക്കണം. നിങ്ങൾക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. നല്ല രീതിയിൽ പുകയും കാര്യങ്ങളും പോകുന്നുണ്ട്. വേറൊന്നുമല്ല, നല്ല രീതിയിൽ തന്നെ ചൂടാക്കി അതിനെ നല്ല രീതിയിൽ ഇതാക്കണമല്ലോ. നമ്മൾ ചായപ്പൊടിയായി കിട്ടുന്നത് എങ്ങനെയാണ്, അത് അങ്ങനെ ആക്കണമല്ലോ. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോകും. അവിടെ നിന്നാണ് ഇതങ്ങനെ ഇവിടെ നിന്ന് വേറെ ആയി തിരിഞ്ഞ് പോകുന്നത് കേട്ടോ. വേറെ മീൻസ് നമ്മളിങ്ങനെ അരിച്ചെടുക്കില്ലേ, അങ്ങനെ. ഇവിടെ കുറച്ചൊരു ചായയും കാര്യങ്ങളും കുടിക്കുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും പോയി കുടിക്കാം. അതിന് മുമ്പ് അവിടെ കുറച്ച് ആളുകൾ ചാക്കൊക്കെ ഇതൊക്കെ ഉണ്ട്, ഡെയിലി സപ്ലൈ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതെന്ന്. വേറെ ഒന്നുമല്ല മോനെ, സീന് ചായയാണിത്. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. ഞാനൊക്കെ ഇങ്ങോട്ട് അഡിക്റ്റായി. ഞാനൊക്കെ വീണ്ടും കിട്ടുമെന്ന് ചോദിക്കാൻ വേണ്ടി പോയി. പക്ഷെ അവർ നമ്മളെന്തായാലും കുടിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് 2-3 ചായപ്പൊടി വാങ്ങിയിട്ട് പോകും. അത്രയ്ക്ക് ടേസ്റ്റി ചായയാണ്. ഈ ഫാക്ടറിക്ക് എന്തായാലും വരിക. 20 കൊടുത്തുള്ളിൽ കയറിയാലും അതിനുള്ള ചായ വരുന്നത്. ഇവിടെയുള്ള പിന്നെ കുറേ ടീ, വൈറ്റ് ടീ പൊടി ഏതാ വെച്ചാൽ നിങ്ങൾ വാങ്ങാൻ പോവാം. അടുത്ത് നമ്മൾ കയറുന്നത് നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറിയിലാണ്. അവിടെ കയറുമ്പോൾ തന്നെ അവർ നമുക്കൊരു 3 മുട്ടായി തന്നിട്ട് കേട്ടോ. എന്തായാലും ഇത് തിന്നിട്ട് ഞാൻ ഇതിൻ്റെ അഭിപ്രായം കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതും എനിക്കൊന്നും പറയാനില്ല, സീന് ടേസ്റ്റ്. എന്തായാലും ഇവിടേക്ക് വന്നാലും നിങ്ങൾ എന്തായാലും മുട്ടായി വാങ്ങാണ്ട് പോവില്ല, അതും ഞാൻ ഉറപ്പ് തരികയാണ്. നമ്മളും ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും അമ്മാര് ടേസ്റ്റിൻ്റെ സാധനം എന്താ ഇവിടെ ഉണ്ടാക്കുന്നതായത് കൊണ്ടാണോ അറിയില്ല. പക്ഷേ വെളിയിൽ കുറേ കിട്ടും, പക്ഷേ അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒറിജിനൽ സാധനം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. മസ്റ്റ്ലി 2 പേരുടെ സ്പോട്ടാണ് ഊട്ടിയിൽ വന്ന ടീ ഫാക്ടറി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി. ഓക്കെ, ഇവിടുത്തെ കുറേ വെറൈറ്റി മുട്ടകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ അവിടെ സൈഡിൽ ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. കുറേ അധികം വെറൈറ്റികളുണ്ട്. കുറേ അധികം ഇല്ല, ഒരു തന്നെ 4-5 അപ്പുറത്ത് വെച്ചിട്ടാണ് ഞാൻ അവിടെ മുട്ടായികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ലൈവായി കണ്ട് മുട്ടായികൾ വാങ്ങി കൊണ്ടുപോകാം. ഞാൻ പിന്നെയും പറയാണ്, വരണം, ഈ സ്പോട്ട് മറക്കാതെ വരിക തന്നെ ചെയ്യണം. അടി പോയാൽ അടിയിലാണ് ബില്ല്. ഇവിടെ കുറേ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പേഴ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ ക്യാഷ് കൗണ്ടർ ഇവിടെയാണ്. നമ്മൾ മേലെ നിന്ന് വാങ്ങിക്കേണ്ട താഴേക്കാണ് ക്യാഷ് കൗണ്ടർ. അടി വന്നിട്ട് വേണം നമുക്ക് ബില്ലടിച്ചിട്ട് പോകാൻ. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഈ വീഡിയോ. അടുത്തൊരു ഊട്ടീൻ്റെ വീഡിയോ വരുന്നുണ്ട്, കാണാം.